അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റിസ്വാന വക്കീൽ ഫ്ലൈറ്റ് ഇറങ്ങി. അവൾ ആ ചിന്തകൾ മാത്രമായിരുന്നു അവൾക്ക്. അതെ, ആ ഉമ്മയെ രക്ഷിക്കാൻ പറ്റിയതും പടച്ചോനെ പെട്ടെന്ന് ഇടപെട്ടതുകൊണ്ട് ഉമ്മയുടെ ജീവൻ കിട്ടിയതും എല്ലാം കൂടി ആലോചിച്ചപ്പോൾ മനസ്സിനുള്ളിൽ ഒരുപാട് സന്തോഷം. അവൾ മനസ്സിൽ വിചാരിക്കുകയാണ്, റബ്ബേ ഒരുപാട് ആളുകളെ സഹായിക്കണം. അത് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ, ഒന്നുകിൽ ക്യാഷ് കൊണ്ട് അല്ലെങ്കിൽ ശരീരം കൊണ്ട്, എന്നെക്കൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും അങ്ങനെയൊക്കെ. അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ അള്ളാഹു കൊണ്ട് സൃഷ്ടിച്ച് വിട്ടത്. ആർക്കെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യണം. നമ്മൾ വെറുതെ നമ്മുടെ സുഖം മാത്രം നോക്കി പോയിട്ട് കാര്യമില്ലല്ലോ. അതെ, പാവപ്പെട്ടവരെ സഹായിക്കണം. വിഷമം അനുഭവിക്കുന്നവരെ കണ്ണീര് ഒപ്പണം അവരുടെ. അതെ, അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ താങ്ങായും തണലായി നിന്നാളല്ലേ ഈ ഭൂമിയിൽ നീ എന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് അള്ളാഹുവിനോട് ഉത്തരം പറയാൻ കഴിയുക, പഠിച്ചവനെ ഞാൻ ഈ സമയത്ത് ബുദ്ധിമുട്ടാകുന്ന സമയത്ത് ഇന്നയാളെ സഹായിച്ചു. അല്ലാ, ഞാൻ അവർ വിഷമം അനുഭവിക്കുന്ന സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. പടച്ചിറബിനോട് പറയണല്ലോ. അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ, ഒരാളെയും കാണാനല്ല, ഒരാളും ഒരു മനുഷ്യരും അറിയരുത്, അറിയാതെ സഹായിക്കണം. അത് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന് പറഞ്ഞ പോലെ ആരേക്കും അറിയാതെ സഹായിക്കണം. പഠിച്ചവന് അതിനുള്ള വിധി എനിക്ക് നീ തരണം. ഉപ്പ ബിസിനസ് ചെയ്ത് കൂട്ടുന്ന കുറേ ക്യാഷുകൾ, ആ ഒരു ക്യാഷ് തന്നെ എനിക്കും എൻ്റെ ജീവിക്കാനും അതിൻ്റെ അപ്പുറം ഉണ്ടാവും. എന്നാലും അതൊന്നും കൂടുതലായിട്ട് ചിലവാക്കുന്നത് എനിക്കിഷ്ടമല്ല. അതായത് എൻ്റെ കാര്യത്തിൽ ഒരുപാട് വസ്ത്രങ്ങളും ഒരുപാട് ആഡംബര വസ്തുക്കളും ഞാൻ അധികം വാങ്ങാറില്ല. പകരം മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുക്കുമ്പോഴേ അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം, അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അവൾ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ആ കുവൈറ്റിലെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. പഠിച്ചോനെ, എൻ്റെ ഉമ്മയും ഉപ്പയും അറിയുന്നില്ലല്ലോ. അപ്പോഴും അവൾ പഠിച്ച റബ്ബിനോട് ദുആ ചെയ്തു. റബ്ബിറഹമുക റബ്ബിയാനി സൊയറ. അല്ലാ, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ദിവസങ്ങൾ ഉണ്ടാവാറില്ല. അത് ഫ്ലൈറ്റ് യാത്ര അല്പം ലോങ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അതല്പം മറന്നു പോയോ എന്ന് വരെ തോന്നിപ്പോയി. പടച്ചോനെ, അല്ലാ, എൻ്റെ മാതാപിതാക്കൾ ഈ ദുനിയാവിലേക്ക് ഞാൻ വരാൻ കാരണക്കാരായവർ, റബ്ബേ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഗിഫ്റ്റ് വാങ്ങാതെ ഞാൻ എങ്ങനെ റബ്ബേ അങ്ങോട്ട് പോവുക? അവൾ പെട്ടെന്ന് തന്നെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുന്നു. പോകുന്നതിന് മുമ്പായിട്ട് അവളുടെ ബാഗ് തുറന്ന് ആ ഒരു ഫോട്ടോ അതവൾ എടുക്കുന്നു. കുഞ്ഞായിരുന്നപ്പോഴേ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ ഇരിക്കുന്നത്, ഉപ്പയുടെ കൈ പിടിച്ച് പാർക്കിൽ നടക്കുന്നത്, അതെ ഉമ്മയുടെ കൂടെ അടുക്കളയിൽ ഉമ്മ ഭക്ഷണം വാരിത്തരുന്നത്. പഠിച്ചവനെ, ആ ഫോട്ടോസ് എല്ലാം ഞാൻ ഇന്നും എടുത്തു വെക്കുന്നുണ്ട്. അത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. അത് ഉമ്മയും ഉപ്പയും നമ്മളെ കഷ്ടപ്പെട്ട് എത്ര പോറ്റി വളർത്തുന്നവരാണ്. അവർക്ക് വേണ്ടി സർപ്രൈസ് കൊടുക്കാൻ പിന്നെ എന്താ നമ്മൾ അല്ലേ? അവരെ സന്തോഷിപ്പിക്കണം. അവരെ ഒരിക്കൽ പോലും വിഷമിപ്പിക്കാൻ പാടില്ല. അങ്ങനെ റിസ്വാന വക്കീൽ വലിയൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുകയാണ്. അവൾ അവിടെ നിന്ന് വലിയൊരു ട്രോളി തന്നെ എടുക്കുകയാണ്. വലിയൊരു ട്രോളി തള്ളി വരുന്ന റിസ്വാന ചുറ്റും നിറഞ്ഞ നിറത്തിലുള്ള അടിപൊളി സാധനങ്ങൾ എന്തെടുക്കണമെന്ന് അറിയുന്നില്ല. ആദ്യം തന്നെ ഉമ്മാക്കുള്ള ഗിഫ്റ്റുകൾ അങ്ങ് സെലക്ട് ചെയ്യാം. എന്നെ നൊന്ത് പ്രസവിച്ച എൻ്റെ പൊന്നുമ്മാക്കുള്ള ഗിഫ്റ്റുകൾ ആദ്യം എടുക്കുക. അവൾ ആദ്യം പോകുന്നത് ഹോം സ്റ്റേഷനിലേക്കാണ്. മനോഹരമായ ഒരു പഷ്മിന ഷാള് ഉമ്മക്ക് തണുപ്പിൽ ഉപയോഗിക്കാം. ഇനി തണുപ്പൊക്കെ അല്ലേ അവിടെ, അതായിരിക്കും നല്ലത്. സുഗന്ധമുള്ള അറബിക് അത്തർ. അവൾ തൊട്ടടുത്തായിട്ട് അതായിരുന്നു അത്തറിൻ്റെ ഒരു ലോകമാണ് അവൾ കണ്ടത്. എക്സ്ക്യൂസ് മീ. അപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ്, യെസ് മാഡം, നല്ല സുഗന്ധമുള്ള അത്തർ അതാണ് വേണ്ടത്. അവൾ പെട്ടെന്ന് തന്നെ നല്ലതെണ്ണം 1-2 സെലക്ട് ചെയ്തു. പിന്നെ ഉമ്മക്ക് ഇനിയിപ്പോൾ പഴയ പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി പിടിക്കായിരിക്കും നല്ലത്. അവൾ കിച്ചൺ സെറ്റുകൾ നിൽക്കുന്ന ഭാഗത്തേക്ക് പോയി. പുതിയ പുതിയ പാത്രങ്ങൾ, മനോഹരമായ ടീ സെറ്റ്, അതെ ചായ കുടിക്കാനൊക്കെ എൻ്റെ ഉപ്പാക്ക് വലിയ ഇഷ്ടമാണ്. നല്ല കടുപ്പത്തിലൊരു ചായ. അപ്പോൾ ഇടയ്ക്ക് നല്ലൊരു കോഫി കപ്പൊക്കെ ആകുമ്പോൾ അതൊരു ഭംഗിയല്ലേ? അങ്ങനെ മനോഹരമായൊരു ടീ സെറ്റ് അവൾ സെലക്ട് ചെയ്യുകയാണ്.
ഓഹ് പഠിച്ചോനെ, ഡേറ്റ്സ് നിറച്ച ഗിഫ്റ്റ് ബോക്സ്. ഇതിൽ നല്ല മുന്തിയ ഇനം ഈത്തപ്പഴങ്ങളും കാര്യങ്ങളും, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ്, പിസ്ത, ബദാം അതുപോലുള്ളത്. ആ ഉമ്മക്ക് എപ്പോഴും ഇഷ്ടം അത്തിപ്പഴമാണ്. അത്തിപ്പഴം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ല സാധനം തന്നെയാണല്ലോ. വത്തീനി വസ്സൈത്തൂൻ അല്ലേ, ഖുർആനിൽ പറഞ്ഞ സ്വർഗത്തിത്തെ പഴമാണ്. അവൾ അതിൻ്റെ നല്ലൊരു ബോക്സ് തന്നെ എടുത്തു. ഓഹ്, ചെറിയ സ്വർണ്ണ നിറമുള്ള ഒരു ഫ്രെയിമും അവൾ എടുത്തു. അതെ, എൻ്റെ ചെറുപ്പകാലത്തെ എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട്, കുടുംബ ഫോട്ടോ വെക്കാൻ. അതും അവളതൊന്ന് സെലക്ട് ചെയ്തു. ഓരോ സാധനവും എടുത്തു നോക്കുമ്പോൾ അവൾക്ക് ഓർമ്മകൾ വരുന്നു. അതെ, ശരിക്കും തൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഉപ്പാക്ക് അതാ ഈ ഒരു ടീ സെറ്റിൽ ഉമ്മാക്ക് ചായ കൊടുക്കുകയാണ്. ഉമ്മ ഇതാ കോഫി, ഉപ്പ ഇതാ ബിസ്മില്ലാഹിർ റഹ്മാൻ. ഓ, മോളുടെ കൈകളിൽ നിന്ന് ഇങ്ങനെയൊക്കെ കോഫിയൊക്കെ കുടിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചല്ലോ. ഉമ്മയും ഉപ്പയും കളിയാക്കുന്നതായിട്ടും ഒക്കെ അവൾ ചിന്തിച്ചു. ഈ ടീ സെറ്റ് എന്തായാലും ഉമ്മാക്ക് കൊടുത്താലും ഉമ്മ സന്തോഷിക്കും, അത് ഉറപ്പാണ്. അങ്ങനെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളെല്ലാം അവൾ സെലക്ട് ചെയ്തു. പഠിച്ചോനെ, എൻ്റെ പൊന്നാര ഉപ്പ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ. ഓഹ്, ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെ ഒരുകുന്ന എൻ്റെ ഉപ്പ. ഒരിക്കൽ പോലും എൻ്റെ ചുണ്ടുകൾ ഒന്ന് വിതുമ്പിക്കഴിഞ്ഞാൽ എൻ്റെ ഉപ്പാക്ക് സഹിക്കില്ല. എൻ്റെ ഉപ്പ അറിയാതെ കരഞ്ഞു പോവും. എൻ്റെ ഉപ്പ, എൻ്റെ പൊന്നുപ്പാക്ക് ഇഷ്ടമല്ല ഞാൻ വാങ്ങും. അപ്പോൾ അവൾ ഓർത്ത്, റബ്ബേ, എത്ര ആളുകളുടെ ഉപ്പമാരും ഉമ്മമാരും മരണപ്പെട്ടിട്ടുണ്ട്. റബ്ബേ, അവർക്കൊന്നും ഇങ്ങനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ കഴിയില്ലല്ലോ. അത് ഞാൻ ഇത് കൊടുക്കുമ്പോൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരെ കുറിച്ചാണ് ഓർക്കുന്നത്. നഷ്ടപ്പെട്ട മാതാപിതാക്കളുള്ളവർ, അവർക്ക് ഒരിക്കൽ പോലും ദുനിയാവിൽ നിന്ന് കാണാൻ പറ്റില്ലല്ലോ റബ്ബേ. കാണണമെന്ന് തോന്നുമ്പോൾ ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ. ഇനി ദുനിയാവിൽ നിന്ന് കാണില്ലല്ലോ. ഇനി എത്ര വർഷം കഴിഞ്ഞിട്ടാണ് മഹ്ശറയിൽ നിന്ന്. എന്നാൽ മഹ്ശറയിലെത്തുമ്പോൾ അതെ, യാ നഫ്സി എന്നുള്ള രീതിയിലായിരിക്കും. ഉമ്മയേത് മക്കളേത് ഒന്നൊന്നും അറിയാത്ത രീതിയിലായിരിക്കും. പഠിച്ചോനെ അല്ലാ, അതെ, ജീവിച്ചിരിക്കുമ്പോഴേ അവരെ സന്തോഷിപ്പിക്കണം. അത് എന്തൊക്കെ തന്നെ കൊടുത്തിട്ടാണെങ്കിലും അത് വല്ലാത്തൊരു സന്തോഷം തന്നെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുക റഹ്മാനെ. ഉപ്പയ്ക്ക് വാങ്ങാനുള്ള സെക്ഷനിലെത്തിയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മേഡം, എക്സ്ക്യൂസ് മീ. പെട്ടെന്ന് അവളുടെ പിന്നിൽ ആരോ ഒന്ന് ജസ്റ്റ് തൊട്ടിട്ട് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. എന്താ, പർച്ചേസ് ചെയ്ത് കഴിഞ്ഞോ എന്നുള്ള രീതിയിൽ അവിടുത്തെ സ്റ്റാഫ് ഇല്ല, എന്താണ് മേഡം വേണ്ടത്? 1-2 പ്രാവശ്യമായിട്ട് അവർ ചോദിക്കുന്നു. പക്ഷേ റിസ്വാന വക്കീൽ അവർ എന്തോ ഒരു ആലോചനയിലായിരുന്നു. അത് പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ ദുനിയാവിലെ സ്ഥിതി? അത് ഒരിക്കൽ പോലും സന്തോഷം ഉണ്ടാവില്ല. മാതാപിതാക്കൾ ഉള്ള കാലം എന്ന് വെച്ചാൽ മക്കളുടെ ഭാഗ്യകാലമാണ്. റബ്ബേ, പഠിച്ചോൻ എൻ്റെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യ റഹ്മാനെ. ഉപ്പാക്ക് സാധനങ്ങൾ വാങ്ങുവാനുള്ള സെക്ഷനിലെത്തിയപ്പോൾ അവളറിയാതെ കരഞ്ഞു പോവുമായിരുന്നു. അവൾ മെൻസ് സെക്ഷനിലേക്ക് കടക്കുകയാണ്. അത് എൻ്റെ ഉപ്പാക്ക് സുന്ദരമായൊരു വെള്ളക്കുപ്പായം, നല്ലൊരു വാച്ച്, പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കാൻ മനോഹരമായൊരു മുസല്ല, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സുഗന്ധദ്രവ്യം, ഒരു ചെറിയ ഡയറി. ഉപ്പാക്ക് ഇഷ്ടമാണ് എഴുതാൻ. ഉപ്പ ഒരുപാട് എഴുതും. ഉപ്പാക്ക് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഒന്നുകൂടെ ഇഷ്ടം ഉപ്പാക്ക് എഴുതുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു മനോഹരമായ ഡയറിയും അവൾ സെലക്ട് ചെയ്തു. ഒരു പുസ്തകക്കൂട്ടത്തിൽ നിന്ന് അവളൊരു ആത്മീയ പുസ്തകവും എടുക്കുന്നു. ഓ പഠിച്ചോനെ, മുത്ത് നബി, നമ്മുടെ നബി, നബിയുടെ ചരിത്രം, മൂസ നബി, അങ്ങനെ ഇങ്ങനെ ഒരുപാട് ചരിത്ര കഥകൾ ഉപ്പ എപ്പോഴും എനിക്ക് പറഞ്ഞു തരാറുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം. അത് ഉപ്പാക്ക് ഒത്തിരി ഇഷ്ടമാണ്. പലവട്ടം വായിച്ചിട്ടുണ്ട്. എന്നാലും അത് വായിക്കുമ്പോഴേ എൻ്റെ ഉപ്പ കരയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യകാലം, ഉമ്മയുടെ മരണം, ഖബറിനടുത്ത് നിന്ന് ആ കൊച്ചിനെ വേർപ്പെടുത്തുവാൻ വേണ്ടി അത് ഉമ്മ ശ്രമിക്കുന്നത്, അതെല്ലാം എനിക്ക് വായിച്ചു തരുമ്പോൾ എൻ്റെ ഉപ്പ കരയായിരുന്നു.
നമ്മുടെ നബി എന്ന് പറഞ്ഞുള്ള ആ ഒരു പുസ്തകം അതവൾ എടുത്തു. ഇത് പഴയതിനേക്കാൾ ഒന്നുകൂടി വലുപ്പം ഉണ്ടല്ലോ, അത് ഒരുപാട് വോള്യങ്ങൾ ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. ജസ്റ്റ് അവളതൊന്ന് മറിച്ച് നോക്കി. എന്നോട് ഉപ്പ എപ്പോഴും പറഞ്ഞ വാക്കുണ്ട്, മോളെ ഉപ്പാൻ്റെ കുട്ടി പുസ്തകം വായിക്കണം കേട്ടോ, നല്ലോണം ഒരുപാട് അറിവ് അതിൽ നിന്ന് കിട്ടും. റിസ്വാനുടെ മുഖത്ത് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം. അത് എൻ്റെ ഉപ്പാക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസ് സാധനങ്ങളെല്ലാം അവൾ സെലക്ട് ചെയ്തു. ആ ഗിഫ്റ്റ് കൊടുക്കാൻ പേരൊക്കെ എഴുതണമല്ലോ, എൻ്റെ ഉമ്മക്ക് എൻ്റെ ഉപ്പാക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾ അത് കഴിഞ്ഞ് ഗിഫ്റ്റ് റാപ്പിംഗ് സെക്ഷനിലേക്ക് വ്യത്യസ്ത നിറങ്ങളുള്ള പേപ്പറുകൾ തിരഞ്ഞെടുക്കുന്നു. ഉമ്മയ്ക്ക് പിങ്ക് ഗോൾഡ്, ഉപ്പയ്ക്ക് നീല സിൽവർ. ഒരു കാർഡ് എടുത്ത് അതാ അവൾ എഴുതുകയാണ്. എൻ്റെ ലോകത്തിലെ ആദ്യ ഹീറോസിന് സ്നേഹത്തോടെ റിസ്വാന, നിങ്ങളുടെ സ്വന്തം പൊന്നുമോൾ. കണ്ണ് നിറഞ്ഞു പോകുന്നു. അല്ല, എനിക്ക് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഗിഫ്റ്റ് കൊടുക്കാന്ന് വെച്ചാൽ അതിനും വലിയൊരു ഗിഫ്റ്റ് ഇപ്പം എന്താ റബ്ബെ കൊടുക്കാൻ. അങ്ങനെ അതാ അവൾ ആ ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുന്നു. എല്ലാ ഗിഫ്റ്റും സെറ്റായിട്ടുണ്ട്, രണ്ടു പേർക്കുള്ളതും. മാഷാ അല്ലാ. എന്നാൽ അവൾ ഗിഫ്റ്റുമായി പുറത്തിറങ്ങാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അതാ തൻ്റെ പിന്നിൽ നിന്നൊരു വിളി, മോളെ. ശരിക്കും അവൾ ഞെട്ടിപ്പോയി. അവൾ ഞെട്ടിത്തിരിഞ്ഞു. പഠിച്ചോന്, ഫ്ലൈറ്റിൽ നിന്ന് രക്ഷിച്ച ആ ഉമ്മ അസ്സലാമു അലൈക്കും. മോളെ, മോളിതുവരെ പോയിട്ടില്ലേ? ഇല്ലുമ്മ, ഞാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് കുറച്ച് മോളെ, എന്തായാലും എൻ്റെ കുട്ടി, എനിക്ക് ആലോചിക്കാൻ കഴിയണില്ല കേട്ടോ, എന്നെ മോള് രക്ഷിച്ച കാര്യം. എൻ്റെ മോനെ മോൻക്ക് എന്തോ നിന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു മോളെ. എന്നാൽ നേരത്തെ ജസ്റ്റ് ഒന്ന് കണ്ടതായിരുന്നു, എന്നാൽ വീണ്ടും സുന്ദരനായ ആ മകൻ അടുത്തേക്ക് വരുന്നു. അത് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല. എൻ്റെ ഉമ്മ, ഞാനിവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുകയാണ്. പിന്നെ എൻ്റെ ഉമ്മയെ രക്ഷിച്ചതിന് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് ഒരു ചെറിയ പാരിതോഷികമെങ്കിലും നിങ്ങൾ സ്വീകരിക്കണം. ശരിക്കും അവൾ ഞെട്ടിപ്പോവുകയാണ്. ഏയ് നോ, അത് വേണ്ട, ഒരിക്കൽ പോലും ഞാനത് ആഗ്രഹിക്കുന്നില്ല. അല്ല റിസ്വാൻ വക്കീൽ, പ്ലീസ്, നിങ്ങളൊരു ലോയറാണ് എന്നൊക്കെ അറിഞ്ഞതിൽ വല്ലാത്ത സന്തോഷം. ഒരു ലോയർക്ക് ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അറിയാലോ. അതൊക്കെ നമ്മൾ പിന്നെ ജീവിതത്തിൽ പഠിച്ചു വെക്കേണ്ടതല്ലേ. ആർക്കാ എന്തൊക്കെ എങ്ങനെ പറയാൻ പറ്റുമോ അറിയില്ലല്ലോ. ആ സമയത്ത് നമ്മുടെ ലോ കൊണ്ട് ഉപയോഗമില്ലല്ലോ. ഒരു ആളെ എങ്ങനെ രക്ഷിക്കാൻ പറ്റുമെന്നല്ലേ, അത് ജസ്റ്റ് ഒന്ന് ചെയ്തു. അതിപ്പോൾ എന്താ, കുഴപ്പമൊന്നുമില്ല. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, എല്ലാം റെഡിയായല്ലോ. അല്ല, നിങ്ങൾ വീട്ടിലേക്ക് പോകുകയാണോ? അതെ, ഒരു സർപ്രൈസ്. ഞാൻ എന്തെങ്കിലും തരട്ടെ? എനിക്ക് ഒരിക്കൽ പോലും ഞാൻ പ്രതിഫലം ഉദ്ദേശിച്ചിട്ടല്ല, എനിക്കറിയാം. അങ്ങനെ അതാ അദ്ദേഹം ഒരു വിലപിടിപ്പുള്ള ഗിഫ്റ്റ് അവൾക്ക് നേരെ നീട്ടുന്നു. അല്ലോ, ഇത് മോളെ വാങ്ങിക്കോ. അവൻ്റെ മനസ്സിൽ കുട്ടിയോട് വല്ലാത്തൊരു സ്നേഹവും ബഹുമാനവും തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ കണ്ണു നിറച്ചുകൊണ്ട് ഉമ്മ അത് പറയുമ്പോൾ അത് ഉമ്മ തന്നെ അതാ അവളുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. ഇന്ന് മോളെ, ഇതാ. അതിൽ നിന്ന് ആ ഒരു ബോക്സ് തുറന്ന് ഉമ്മ തന്നെ അതിൽ നിന്ന് ഒരു മോതിരം എടുക്കുന്നു. വെട്ടിത്തിളങ്ങുന്ന ഒരു ഡയമണ്ട് റിംഗ് ആയിരുന്നു അത്. ഇന്ന മോളെ, എൻ്റെ കുട്ടിയുടെ ഗിഫ്റ്റായിട്ട്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡയമണ്ട് മോതിരം അതാ റിസ്വാനയുടെ ആ മനോഹരമായ വിരലുകളിൽ അണിയിക്കുമ്പോൾ അതിന് കൂടുതൽ മനോഹരത ഉള്ളതായിട്ട് തോന്നി. അവളുടെ ആ കൈകൾ വെട്ടിത്തിളങ്ങുന്നതായിട്ട് തോന്നി. ഒരു നിമിഷം ആ ഉമ്മയുടെ മോനും ഉമ്മയും ആ കൈകളിലേക്ക് നോക്കി. അതെ, ഉമ്മ പറഞ്ഞു, കുട്ടിൻ്റെ കൈമലിട്ടപ്പോൾ 10 മാറ്റുണ്ട്. എന്തൊക്കെ തന്നെയാലും എൻ്റെ ജീവൻ രക്ഷിച്ച കുട്ടിയെ മറക്കൂല കേട്ടോ. മോളുടെ നമ്പർ ഒന്ന് തരണം, ഇടയ്ക്കൊക്കെ എനിക്കൊന്ന് വിളിച്ച് സംസാരിക്കാനാണ്. അതിനെന്തോ ഉമ്മ, തരാലോ. അങ്ങനെയതാ അവളുടെ കൈകളിലുള്ള ആ ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് ഉമ്മയുടെ കൈകളിൽ കൊടുക്കുന്നു. ഉമ്മ, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളൂ കേട്ടോ. ആയിക്കോട്ടെ ഉമ്മ. മോളെ, പോവുകയാണോ? അതെ. ഉമ്മ അവളെ ഒന്ന് അണഞ്ഞു കൂട്ടിപ്പിടിച്ചു. അതെ ഉമ്മ, ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും. അങ്ങനെയതാ വലിയൊരു കാറിൽ
മകൻ ആ ഉമ്മയെ കൊണ്ടുപോകുമ്പോൾ ഒരിക്കൽ കൂടി റിസ്വാന വക്കീലിനോട് അവർ എന്നാൽ ശരി കേട്ടോ, ഇൻഷാ അല്ലാ കാണാം എന്ന് പറഞ്ഞ് അവർ പോകുന്നു. അതിനു മുമ്പായിട്ട് ഞങ്ങൾ റൂമിലേക്ക് ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, അത് വേണ്ട, ഞാൻ പോയിക്കോളാം, നിങ്ങൾ ഉമ്മയും കൊണ്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതാ റിസ്വാന വക്കീൽ സാധനങ്ങളുമായിട്ട് ഒരു ടാക്സി വിളിക്കുകയാണ്. അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത സന്തോഷം. റബ്ബേ, എൻ്റെ ഉമ്മയൊപ്പയും അറിയുന്നില്ലല്ലോ ഈ ഒരു കാര്യം, ഞാൻ വരുന്നതെന്നും. അങ്ങനെ അത് ടാക്സിയിൽ ഡിക്കിയിൽ സാധനങ്ങളെല്ലാം അയാൾ തന്നെ കയറ്റി വെച്ച് എല്ലാം അങ്ങനെ അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം ഇവിടെ എത്തിക്കോളൂ. ഓ ഓക്കെ. ഡിക്കിയിലുള്ള സാധനങ്ങളെല്ലാം അതാ ഗേറ്റിനരികിലേക്ക് അയാൾ കൊണ്ടുവന്ന് വെച്ചു. ഇവിടെ മതിയോ അകത്തേക്ക്? നോ താങ്ക്സ്, ഇവിടെ മതി. അങ്ങനെ അതാ അവൾ പൂട്ടിയിട്ട ഗേറ്റിൻ്റെ അരികിലേക്കായിട്ട് അതാ സാധനങ്ങളെല്ലാം വെക്കുന്നു. അദ്ദേഹത്തിനുള്ള ചാർജും കൊടുത്തു. ആ ടാക്സി ഡ്രൈവർ പോയി. ഒരു പാകിസ്ഥാനിയാണെന്ന് തോന്നുന്നു. എങ്കിലും ഹിന്ദിയും മലയാളവും ഒക്കെ ഇപ്പോൾ കുറേയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിലും ഡ്രൈവർമാരാകുമ്പോൾ ഭാഷകളൊക്കെ അവർക്ക് കുറേയൊക്കെ അറിയാമല്ലോ. എന്നാൽ നമ്മുടെ റിസ്വാൻ വക്കീലിൻ്റെ ചിന്ത ആ സമയത്ത് മറ്റൊന്നായിരുന്നു. അല്ലോ, ഞാൻ പറഞ്ഞ ക്യാഷ് എടുത്തോ ആവോ ഷാനു? എടുത്തിരുന്നെങ്കിൽ അത് വല്ലാത്ത സന്തോഷമായിരുന്നു. അവരുടെ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടും അതവരെടുത്തോട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ലെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ച് വെച്ചതാണ്. അതിനിപ്പോൾ പറ്റിയ ഒരാളുകളെ കിട്ടി, വല്ലാത്ത സന്തോഷം. അവൾ പതുക്കെ ഗേറ്റ് തുറന്ന് അതാ ട്രോളി ബാഗുകൾ അകത്തേക്ക് കയറ്റി കൊണ്ടുപോകുന്നു. ഒരു ബാൽക്കണിയാണ്. വന്ന് കയറുമ്പോൾ തന്നെ അത് പ്രത്യേകമായി ഉമ്മ ഉണ്ടാക്കാൻ പറഞ്ഞതായിരുന്നു, ചെരുപ്പുകളൊന്നും നനയാതിരിക്കാൻ വേണ്ടിയിട്ടും. അങ്ങനെ അവിടെ കുവൈറ്റിലൊരു വീട് വാങ്ങിയതാണ്, ഒരു വില്ല. അവൾ നേരെ അതാ വാതിലിൻ്റെ അരികിലേക്ക് എത്തുന്നു. അല്ലാ പഠിച്ചോനെ, എന്നെ ഉമ്മയൊപ്പയും കാണുമ്പോൾ എത്രമാത്രം സർപ്രൈസ് ആയിരിക്കും എനിക്കറിയുന്നില്ല. പഠിച്ചോനെ, അല്ലാ പേടിയാണ്, സർപ്രൈസ് കൊടുക്കാനും പേടിയാണ്. ഈ കാലത്ത് പെട്ടെന്ന് ഞെട്ടി എന്തെങ്കിലുമൊക്കെ ആവോ? അങ്ങനെയൊന്നും ആവാൻ ചാൻസ് ഇല്ല. അങ്ങനെ അതാ റിസ്വാന വക്കീൽ വാതിലിൽ മുട്ടുന്നു. ഉമ്മ എന്നോ ഉപ്പ എന്നോ അവൾ വിളിച്ചില്ല. അതെ, ആദ്യം വെറും മുട്ടൽ മാത്രമായിരുന്നു. എന്നാൽ ആ പിതാവ് ആരോ വാതിൽ മുട്ടുന്നു നോക്കിക്കേ. ഉമ്മ പെട്ടെന്ന് വന്ന് വാതിൽ തുറക്കുകയാണ്. ആരപ്പോൾ ഈ സമയത്ത് വാതിൽ മുട്ടുന്നത്? ഒരു നിമിഷം രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിന്നു. അതെ, വല്ലാത്തൊരു ഞെട്ടൽ. ആ ഒരു ഞെട്ടലിൻ്റെ ആഘാതത്തിൽ അവർക്കൊന്നും. ഉമ്മാൻ്റെ മോളോ? അവൾ ചിരിച്ചുകൊണ്ട് അതാ ഉമ്മ എന്ന് പറഞ്ഞ് ഉമ്മയുടെ അരികിലേക്കെത്തി ഉമ്മയെ കെട്ടിപ്പിടിച്ച്. ഉമ്മ, സർപ്രൈസ്! ശരിക്കും ആ ഉമ്മക്ക് എന്ത് പറയണമെന്നായിപ്പോയി. മോളെ! ഉമ്മ അവളെ കെട്ടിപ്പിടിക്കുന്നു കണ്ണീരോടെ. എൻ്റെ കുട്ടി എങ്ങനെ ഇവിടെ എത്തിയത്? ഒന്നൊരു മുന്നറിയിപ്പില്ലാതെ. അതെ, പെട്ടെന്ന് തൻ്റെ പൊന്നുമോളെ കണ്ട ആ ഒരു സങ്കടത്താൽ ഉമ്മ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നാൽ ആരാടേ, എന്താ എന്ന് പറഞ്ഞ് ഉപ്പ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നു. ശരിക്കും ഉപ്പയുടെ കണ്ണുകളിൽ ആ കാഴ്ച കണ്ടപ്പോൾ വല്ലാത്തൊരു അല്ലാ, ഉപ്പാൻ്റെ ഉപ്പച്ചിൻ്റെ മോളോ? ഉപ്പച്ചിൻ്റെ മോള് വന്നോ? അതെ, ശരിക്കും ഉപ്പ വന്നപ്പോൾ ഉപ്പയുടെ നെഞ്ചിലേക്ക് അവൾ തല ചായ്ച്ചു. ഉപ്പ, മോളെ. ആ നെറുകയിൽ ഉപ്പ മതി വരുവോളം ചുംബിച്ചു. എൻ്റെ ഉപ്പ. മോളെ, ഉപ്പാൻ്റെ കുട്ടി എത്ര പെട്ടെന്ന് എന്താ വന്നത്? എന്നോട് ഇപ്പോഴൊന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെ കുട്ടി വിളിച്ചുവിടായിരുന്നു ഉപ്പയെ. ഉപ്പ വരുമായിരുന്നല്ലോ എയർപോർട്ടിലേക്ക്. എന്തിനാ ടാക്സിയൊക്കെ പിടിച്ച് പോകുന്നത്? ആ ഉപ്പ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അതെ, താൻ ജീവിതത്തിൽ ഏറ്റവും കാണാൻ കൊതിച്ച, ഏറ്റവും ആഗ്രഹിച്ച തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളതാ തൻ്റെ തൊട്ടരികിൽ. അതെ, ആ ഉപ്പയുടെ മനസ്സ് നിറഞ്ഞു പോവുകയാണ്. പൊന്നുമോളെ, ഉപ്പ. സത്യം പറഞ്ഞാൽ കൊച്ചുകുട്ടിയെപ്പോലെ റിസ്വാന ഉപ്പയുടെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞു. ഉമ്മ പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി. മോളെ, എൻ്റെ പൊന്നുമോളെ, എന്തെങ്കിലുമൊക്കെ വാ കഴിക്കാം, വരി. അപ്പോഴേക്കും ഉമ്മ കുറച്ച് കഴിഞ്ഞോട്ടെ ഉപ്പ, വരി. ഉപ്പയുടെയും ഉമ്മയുടെയും കൈ പിടിച്ചുകൊണ്ട് അവൾ ഹാളിലേക്ക്. എല്ലാവരും ഹാളിലിരുന്നു. പിന്നെ ഇതെന്തൊക്കെയാ മോളെ എവിടെ നിന്ന് ഇതൊക്കെ കൊണ്ടുവന്നത്?
ആദ്യം എൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും എന്തെങ്കിലും ഗിഫ്റ്റ് തരണ്ടേ? അപ്പോൾ തന്നെ അത് ഫസ്റ്റ് ഉമ്മാക്കളുടെ ഗിഫ്റ്റായിരുന്നു അവളെടുത്തത്. അത് വളരെയധികം മനോഹരമായ പഷ്മിന ഷാൾ തുറക്കുമ്പോൾ ആ ഉമ്മാക്ക് ഉമ്മ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഷാൾ ഉമ്മയുടെ തലയിലും ശരീരത്തിലും പുതക്കുമ്പോൾ ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, ഇത്രക്ക് മനോഹരമായത് എനിക്ക് കിട്ടിയിട്ടേ ഇല്ലല്ലോ. അത്രൻ്റെ സുഗന്ധം പരക്കുന്നു. പിന്നീട് ഉമ്മാക്ക് ടീസെറ്റ്. അല്ലാ, മാഷാ അല്ലാ, ഇത് നമുക്ക് 3 പേർക്കും ഇരുന്ന് ചായ കുടിക്കാം. അങ്ങനെ ഓരോന്നായിട്ട് ഉമ്മാക്ക് നൽകുമ്പോൾ അടുത്തത് എൻ്റെ ഉപ്പക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ ഉപ്പയുടെ കൈകളിൽ ആദ്യമായി അതാ ആ വാച്ച് ഉപ്പയുടെ കൈകളിൽ കെട്ടിക്കൊടുക്കുന്നു. പൊന്നു മോളെ, എന്തിനായിരുന്നു ഇതൊക്കെ? ഉപ്പ കുറേ കാലമായില്ലേ ഈ വാച്ച് നിങ്ങൾ മാറ്റി പിടിക്കണ്ടേ? എന്തിനാ മോളെ ഇതൊക്കെ? ഇതിൻ്റെ കുട്ടി അതെന്താ ഉപ്പ? എൻ്റെ പൊന്നുപ്പാക്കും ഉമ്മാക്കും അല്ലാതെ ആർക്ക് ഞാൻ നൽകുക? ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു. മുസല്ല കണ്ടപ്പോൾ ആ ഉപ്പ അത് കണ്ണുകളിലേക്ക് ചേർത്ത് വെച്ചു. പൊന്നു മോളെ, ഇതിനി ഞാൻ മുതൽ എന്നും ഉപയോഗിക്കും. അതെ, ഇനി ആ പഴയ മുസല്ല, പഴയതെന്ന് വെച്ചാൽ ഒരുപാട് നിസ്കരിച്ച മുസല്ല ഒന്ന് മാറ്റിയിട്ട് ഇനി എൻ്റെ കുട്ടി കൊണ്ടുവന്ന മുസല്ല ഞാൻ എന്നും ഉപയോഗിക്കും. അത് കണ്ടപ്പോൾ റിസ്വാന വക്കീലിൻ്റെ മനസ്സ് നിറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് അവർ 3 പേരും ആ വിശാലമായ കിച്ചണിലേക്ക്. അതെ, ഉപ്പയും കുക്കിങ്ങിന് നല്ലോണം കൂടും ഉമ്മയോടൊപ്പം. എൻ്റെ പൊന്നുമോള് പറഞ്ഞു വന്നിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരുക്കിയിരുന്നില്ലേ? ഈ ഉമ്മ അതൊന്നും വേണ്ട. അതിനെന്താ, ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ എന്തൊരു സന്തോഷവും ഉമ്മ. സത്യം പറഞ്ഞാൽ ഒറ്റപ്പെട്ട ജീവിതമല്ല കേട്ടോ. എന്നാൽ ഉമ്മ പറഞ്ഞു, മോളെ ഇനിയിപ്പോൾ ഒറ്റപ്പെട്ട ജീവിതം എന്നല്ലല്ലോ, ഒരാളുടെ കൈകളങ്ങടെ ഏൽപ്പിച്ച് കൊടുക്കണമല്ലോ. അത് കേട്ടപ്പോൾ റിസ്വാന വക്കീൽ ഒന്ന് സൈലൻ്റായി. എന്നാൽ ഉമ്മ അപ്പോൾ തന്നെ മോൾക്ക് ഇഷ്ടമുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അതെ മോളെ, നിനക്ക് ഈ ഒരു ബിരിയാണി ഇഷ്ടമാണല്ലോ, അതുകൊണ്ടാണ് ഉമ്മ ഉണ്ടാക്കിയത്. ഭക്ഷണമേശയിൽ അത് കൊണ്ടുപോയി വെച്ചു. അവർ 3 പേരും സന്തോഷത്തോടെ അത് ഭക്ഷിച്ചു. നല്ല രസമുണ്ട് അല്ലേ? ഉമ്മയുടെ കൈപ്പുണ്യം അത് വേറെ തന്നെ. നമ്മൾ എത്രയൊക്കെ തന്നെ വെച്ചാലും ഉമ്മമാർ വെച്ച് തരുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ? അതേ മോളെ, അതിപ്പോൾ ഏത് ഹോട്ടലിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും അത് സ്വന്തം വീട്ടിൽ നിന്ന് ഉമ്മമാരെ കൈകൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് കൂടുതലായിരിക്കും. അങ്ങനെ അത് ആസ്വദിച്ചുകൊണ്ട് ആ ഉമ്മയുടെയും ഉപ്പയുടെയും മുഖത്തേക്ക് നോക്കി മകൾ ഭക്ഷിക്കുന്നത് ആ പൊന്നുമ്മയും പൊന്നുപ്പയും നോക്കി നിൽക്കുകയാണ്. അവരുടെ മനസ്സ് വല്ലാത്തൊരു കൺകുളിർകയുള്ള സ്വപ്നം പോലെയാണ് അവർ റിസ്വാനയെ കാണുന്നത്. അവർക്ക് അവരുടെ പൊന്നുമോളെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. ഭക്ഷണമെല്ലാം കഴിച്ച് അവർ 3 പേരും ബാൽക്കണിയിൽ ഇരിക്കുകയാണ്. നക്ഷത്രങ്ങൾ ആകാശത്ത് മിന്നുന്നു. അതെ, റിസ്വാന വിചാരിക്കുകയാണ്, പഠിച്ചോനെ, ഞാൻ എത്ര ദൂരെ പോയാലും എൻ്റെ ഉമ്മയും ഉപ്പയുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. ഉമ്മ അവളുടെ തല ഓടുന്നു. മോളെ, ഇനി ഉമ്മാൻ്റെ കുട്ടി എന്നാ പോവുക? ഉമ്മാൻ്റെ കുട്ടീൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. ഉമ്മ, ഇനി കുറച്ചുകൂടി എനിക്ക് പഠനം ബാക്കിയുണ്ട്. അതിൻ്റെ എക്സാമും കൂടി എഴുതി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ എൻ്റെ കുട്ടിയെ പഠിക്കാൻ വിടുന്നതൊക്കെ എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. ഞാനിങ്ങനെ കരയുമായിരുന്നു. ഞാൻ കരയുമ്പോൾ ഉപ്പ പറയും, നല്ല ആളാ, മക്കൾ പഠിക്കാൻ ഞാൻ പറ്റുമോ? ഈ കാലത്ത് പഠിക്കണം, അവരെന്തെങ്കിലുമൊക്കെ ആവണ്ടേ. അല്ലാതെ ഇങ്ങനെ കല്യാണം കഴിച്ചങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും? അവർ അടുക്കളയിൽ അവരുടെ ജീവിതം അങ്ങോട്ട് കഴിഞ്ഞ് തീർക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് പണത്തിനൊന്നല്ല, നമ്മുടെ മക്കൾ ഒരു നിലയിലെത്തുന്നത് നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അതിന് വേണ്ടിയിട്ടാണ്. ആ ദിവസം സന്തോഷത്തോടു കൂടി അവൾ ആ രാത്രി കിടന്നിറങ്ങുന്നു. എന്നാൽ അടുത്ത ദിവസം രാവിലെ തന്നെ ഉമ്മ പുതിയ ഷാൾ ധരിച്ചുകൊണ്ട് ചായ കൊണ്ടുവരുന്നു. ഉപ്പ പുതിയ വാച്ച് നോക്കി സമയം പറയുന്നു. റിസ്വാന അത് നോക്കി നിൽക്കുന്നു. അവളുടെ ഗിഫ്റ്റുകൾ വെറും സാധനങ്ങളല്ല, അവരുടെ സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ്. അവളുടെ അതെ, തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഞാൻ കൊണ്ടുവന്ന ഷാളാണ്ടിരിക്കുന്നത്. തൻ്റെ പ്രിയപ്പെട്ട ഉപ്പ അതെ ഞാൻ കൊണ്ടുവന്ന വാച്ച് കെട്ടിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ അവളുടെ മനസ്സ് നിറഞ്ഞു. സർപ്രൈസ് ഗിഫ്റ്റുകൾ കൊടുത്തത് ആണ് ഞാൻ, പക്ഷേ എനിക്ക് കിട്ടിയത് അവരുടെ സ്നേഹമാണ്. റബ്ബേ, മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് വെച്ചാൽ സമയം. അത് അവരുടെ കൂടെ ഇരിക്കുക, അവരുമായി സ്നേഹം പങ്കിടുക, അവരുടെ പഴയ ഓർമ്മകളിൽ അങ്ങനെ പുതുക്കുക, അതൊക്കെ തന്നെ. എന്നാൽ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉപ്പ പറഞ്ഞു, അല്ല മോളെ, എനിക്ക് ഇനി ഒന്നും കൂടെ ഒന്ന് ശരിയാകണം. എന്നിട്ട് ഞാൻ
ഉപ്പ എന്താ? അതെ, ഈ ലോകത്തു നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടി ഒറ്റക്ക് ഉള്ളതിൽ നിന്ന് ഒരു ഇരട്ടകളാക്കണമല്ലോ, ഒരാളെ ഏൽപ്പിക്കണമല്ലോ. എന്നാൽ ഉമ്മ പറഞ്ഞു, ആ രണ്ടെണ്ണം ഇപ്പോൾ വന്ന് കിടക്കുന്നുണ്ടല്ലോ, അതിൽ ഏതാச்சுം നല്ല എടുക്കാലോ. പക്ഷെ അത് കേട്ടപ്പോൾ അവളുടെ മനസ്സിലേക്ക് ഓടി വന്നത് സഫീറിൻ്റെ മുഖമായിരുന്നു. അതെ, സഫീർ. അതിനെൻ്റെ ഉമ്മയിപ്പം സമ്മതിക്കോ? അറിയില്ല. റബ്ബേ, അവൾ പടച്ച റബ്ബിൽ ഏൽപ്പിച്ചു. പഠിച്ചോനെ, എൻ്റെ കാര്യം നീ ശരിയാക്കിക്കൊണ്ടല്ല. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.